എൻ്റെ പേര് സോണിയ. എൻ്റെ വീട് എറണാകുളത്താണ്. അജിനോറ വഴി ക്രൊയേഷ്യയിലോട്ട് വർക്ക് വിസ കിട്ടിയിരിക്കുന്ന, കെയർ ഗിവറായിട്ട് വർക്ക് വിസ കിട്ടിയിരിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് ഞാൻ. അജിനോറയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് എനിക്ക് അജിനോറ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയായിരുന്നു. എനിക്ക് പുറത്തോട്ട് പോയി ജോലി ചെയ്യണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അജിനോറയെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റർ ജെറിനെയാണ് ആദ്യം കോൺടാക്റ്റ് ചെയ്തത്. ജെറിൻ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അന്നേരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, ക്രൊയേഷ്യയിലോട്ടാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് തന്നായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ CV കൊടുത്തു. CV-യിൽ സെലക്ട് ആയതിനു ശേഷം ഫസ്റ്റ് ഞാൻ ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂ എനിക്ക് ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം എംപ്ലോയർ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ അജിനോറ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അന്നേരം നമുക്ക് ഇൻ്റർവ്യൂവിനും നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നത് അജിനോറയിലുണ്ടായിരുന്ന സ്റ്റാഫും എസ്പെഷ്യലി ജെറിനും ഷനോജ് സാറും ഒക്കെ ആയിരുന്നു. അത് പാസ്സായതിനു ശേഷം ഒരു 6 മന്തോളം എടുത്തു അതിൻ്റെ പ്രോസസ്സിങ് ടൈമൊക്കെ വരാൻ. ഫസ്റ്റ് നമുക്ക് കോൺട്രാക്റ്റ് വന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വർക്ക് പെർമിറ്റ് വന്നു. പിന്നെ ഒരു 60 ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വിസ ലഭിക്കുകയുണ്ടായി. വിസ ലഭിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ക്രൊയേഷ്യയിലോട്ട് പോകാനായിട്ട് നെക്സ്റ്റ് വീക്ക് പോകാനായിട്ട് നിൽക്കുന്ന കാൻഡിഡേറ്റാണ് ഞാൻ. അപ്പോൾ ഇത്രയധികം നമ്മളെ ഹെൽപ്പ് ചെയ്ത അജിനോറ ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾക്കും ജെറിനും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും മറ്റ് എബ്രോഡ് പോകാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അജിനോറ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഗെറ്റ് സെറ്റ് ഫ്ലൈ.